മിസ്റ്റർ ശ്രീജിത്ത് പണിക്കരോടാണ്. ബൈപോളർ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം നമ്മുടെ കേരളത്തിലുണ്ട്. ഒരു 2021 അതിനൊരു ചെറിയൊരു വിള്ളലേക്കുന്നത്. അതൊരു ട്രൈപോളാറിലോട്ട് മാറുന്നു. ഒരു തേർഡ് പാർട്ടി വരുന്നു. എന്നിട്ട് ഇതുവരെ കേരളത്തിൽ നിലനിന്ന് പോയ വളരെ ലോ ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ പോളറിസം ഉണ്ട്. അത് ഇൻക്രീസ് ആവുകയല്ലേ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. BJP പ്രോമിനന്റ് ആയിരിക്കുന്ന 2021 ശേഷം കേരളത്തിൽ ഒരു കമ്മ്യൂണൽ റയറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു സെനാരിയോ വിട്ടേക്കൂ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? കേരളത്തിൽ നിരവധി കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ആൾക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് 1921 മലബാറിൽ കലാപം നടക്കുന്ന സമയത്ത് there was absolutely no BJP. അങ്ങനെയൊക്കെ വഴിയില്ല. RSS was founded in 1925. അതിന് 4 വർഷം മുമ്പാണ് മലബാർ റൈറ്റ്സ് നടക്കുന്നത്. ആക്ച്വലി അംബേദ്കർ പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഈവൻ ഹിന്ദുസ് വേഴ്സസ് മുസ്ലിംസ്, ഇറ്റ് വാസ് ജസ്റ്റ് എ ബർത്തലോമിയോ. വൺ സൈഡഡ് ഹിന്ദു ജനസൈഡ് ആണ് നടന്നത് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഇറ്റ് വാസ് കേരള, ഇറ്റ് വാസ് മലബാർ. 100 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ അവരുടെ വയറ് വെട്ടിപ്പുളർന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഈസ് അംബേദ്കർ. ഞാൻ പറഞ്ഞത് ദിസ് ഇസ് നോട്ട് റിട്ടൺ ബൈ ഹെഡ്ഗേവാർ, ഗോൾവൾക്കർ, അവരൊന്നും അല്ല. തൂവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കിണറുണ്ട്. ആൾക്കാരെ വെട്ടിയതിനു ശേഷം ബോഡി കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പശുക്കളെ കൊന്നിട്ട് ആ പശുക്കളുടെ കുടലെടുത്തിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്ന് ഈ വിഗ്രഹത്തിന്റെ പുറത്തിടുന്നു. ദിസ് ഹാപ്പൻഡ് ഇൻ കേരള ഈവൻ ബിഫോർ ദി RSS വാസ് ഫൗണ്ടഡ്. പിന്നത്തെ നറേറ്റീവ് വന്നപ്പോ അതിലുണ്ടായിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബിക്കെയിം എ ഫ്രീഡം ഫൈറ്റർ. അലി മുസ്ലിയാർ ബിക്കെയിം എ ഫ്രീഡം ഫൈറ്റർ. വിച്ച് മീൻസ് ഈ പോളറൈസേഷൻ കമ്മ്യൂണലിസം എന്ന് പറയുന്നതിന് യു ഡോണ്ട് നീഡ് എ പാർട്ടി. സെക്കൻഡ്, നമ്മൾ എപ്പോഴും ഏറ്റവും സെക്യുലർ ആയിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 1984 ആന്റി സിഖ് റൈറ്റ്സിനെ പറ്റി നമുക്കറിയില്ലേ? രാഹുൽ ഗാന്ധി ഹാഡ് ടു അഡ്മിറ്റ് ബിഫോർ അർണബ് ഗോസ്വാമി ദാറ്റ് കോൺഗ്രസ് ലീഡേഴ്സ് വർ ഇൻവോൾവ്ഡ്. ജഗദീഷ് ടൈറ്റ്ലർ, സജ്ജൻ കുമാർ, ഈ ആൾക്കാരുടെയൊക്കെ പേര് നമ്മൾ ഓർക്കുന്നത് നല്ല ഗ്രൗണ്ട്സിലല്ല. അതിന്റെ പേരിൽ നമ്മൾ കോൺഗ്രസിനെ ഈ പറഞ്ഞതുപോലെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയിരിക്കുന്ന കേരളത്തിലാണ്. ഇറ്റ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് BJP. അഭിമന്യു എന്ന് പറയുന്ന പാവപ്പെട്ട നിങ്ങളെ പോലെയുള്ള മഹാരാജാസിൽ പഠിച്ച ഒരു കുട്ടി, ആ കുട്ടിയെ കൊന്നിരിക്കുന്നത് ആരാ? ഇന്ന് CPM സൈഡ് ചെയ്യുന്ന സെയിം പാർട്ടി. വാട്ട് ഡിഡ് ഇറ്റ് ഹാവ് വിത്ത് BJP? വാട്ട് കണക്ഷൻ ഡിഡ് ഇറ്റ് ഹാവ്? അബ്സല്യൂട്ട്ലി നത്തിങ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. സോ വി കാൻ ബി സെലക്ടീവ്. ദാറ്റ്സ് ദ പോയിന്റ്. കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകണമെങ്കിൽ അതിന് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി വേണ്ട. എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. വി ഹാവ് ടു ബി മെഷേർഡ് ഇൻ അവർ തോട്ട്സ് എന്നുള്ളത് മാത്രമാണ് മൈ ഹംബിൾ ഒപ്പീനിയൻ. ദാറ്റ്സ് ഇറ്റ്. ഒത്തില്ല. എന്താണ് ഒത്തില്ല?